ഹായ് ഹലോ, നമുക്കൊരു ഈവനിങ് ബ്ലോഗ് നോക്കാം. നമ്മൾ വീടൊന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വെച്ചു. വീടല്ല, റൂമൊന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഒരു 10-19 വർഷമായി പെയിൻ്റൊക്കെ അടിച്ചിട്ട്. അങ്ങനെ പെയിൻ്റ് അടിക്കുക ഇക്കുവാണ് പെയിൻ്റ് അടിക്കാനൊക്കെ നിന്നത്. ഒരു സന്ധ്യ ആയപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞു. നേരെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായ വിശപ്പുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ അമ്മ. അങ്ങനെ നേരെ നമ്മൾ അതൊക്കെ കഴിഞ്ഞൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ജസ്റ്റ് അടുത്തൊരു കടയിൽ വരെ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അങ്ങനെ നമ്മൾ 2 സ്മൂത്തും 2 മിൽക്കി ബാറും പറഞ്ഞു. ഈ ഒരു ഇടയായിട്ട് ഈ ഒരു മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നേരെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ക്ലീനിങ് തുടങ്ങി. പെയിൻ്റ് അടിച്ചതുകൊണ്ട് ഇക്കു റെസ്റ്റിലാണ്. ഞാനാണ് ബാക്കി അതുവരെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ക്ലീനിങ് ഞാനാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ക്ലീനിങ്. അങ്ങനെ ഇതാണ് എൻ്റെ ജേണൽ ബുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജേണലൊക്കെ ചെയ്യാൻ. എന്നെപ്പോലെ ജേണൽ ചെയ്യാൻ ആർക്കെങ്കിലും ഇഷ്ടമാണോ? അങ്ങനെ നേരെ നമ്മൾ വഞ്ചിയിൽ പൈസയൊക്കെ ഇട്ടു. ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. കർട്ടൻ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു ഭംഗി തോന്നി തുടങ്ങി റൂമിന്. അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചു. ഇത് നമുക്ക് മുമ്പ് കല്യാണത്തിന് കിട്ടിയ ഫോട്ടോ ഫ്രെയിം തന്നെയാണ്. മുമ്പ് ഭിത്തിയിൽ ഇരുന്ന അത് തന്നെയാണ്. എല്ലാ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയൊന്നുമില്ല. ഇനി ചില കോർണർ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്, അവിടെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ നമ്മൾ ഇരുന്നിടത്ത് തന്നെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്കിങ്ങനെ ഒരുമിച്ച് ഫോട്ടോസ് ഇങ്ങനെ ഒരു സൈഡിൽ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇനിയും കുറച്ച് ഫോട്ടോയും കൂടെ അത് സെറ്റ് ചെയ്യാനുണ്ട്. നേരെ നമ്മൾ തൂക്കാൻ തുടങ്ങി. അവസാന ഘട്ടമാണല്ലോ, ബാക്കിയെല്ലാം റൂമിൽ വൃത്തിയായി കഴിഞ്ഞു. അങ്ങനെ അവസാനം റൂമെല്ലാം വൃത്തിയായി. എനിക്ക് നല്ല സന്തോഷം തോന്നി. കാരണം മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ റൂം ഒത്തിരി മാറിപ്പോയി. ആ സന്തോഷത്തിൽ നമ്മൾ ഒരു ലേസും കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.